السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. Dear friends, ഫസ്റ്റ് നമുക്കൊരു സൂറ അതാ. നമ്മൾ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറയുന്ന ഒരു സൂറ ഉണ്ടല്ലോ, സൂറത്തുൽ ഖദർ. ഒന്ന് ഓതി നോക്ക്, എൻ്റെ കൂടെ തന്നെ എല്ലാവരും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر. ليلة القدر خير من 1000 شهر. تنزل الملائكة والروح فيها بإذن ربهم من كل أمر. سلام هي حتى مطلع الفجر. Okay? ഈ ഒരു സൂറയിൽ വ്യത്യസ്ത നിയമങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. സ്പെസിഫിക്കലി നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അഹ്കാമുൻ നൂൻ സാക്കിന വത്തൻവീല നിയമങ്ങൾ നമുക്കിതിൽ കാണാൻ പറ്റും. അതിൽ നമ്മൾ ഇതുവരെ പഠിക്കാത്തൊരു നിയമത കാണുന്നത് ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ ഇന്നാ അൻസൽനാഹു നൂൻ സാക്കിന് ശേഷം ഏതൊന്ന് സായ് എന്ന അക്ഷരം വന്നു. നമ്മൾ ഇതുവരെ പഠിച്ചത് നൂൻ സാക്കിന തെൻവിന് ശേഷം ഇദ്ഗാമിൻ്റെ 6 അക്ഷരങ്ങൾ. ഇതിൽ ഈ പറഞ്ഞ സായ് എന്ന അക്ഷരം ഉണ്ടോ? ഇല്ല. പിന്നെ നമ്മൾ പഠിച്ചു ഇഖ്ലാബിൻ്റെ ഒരു അക്ഷരം, ഏതാണത്? ബ അല്ലേ? അപ്പോൾ ടോട്ടൽ എത്രയായി? 6ഉം 6ഉം 12ഉം 1 13 അക്ഷരങ്ങളായി. ഇനി എത്ര അക്ഷരം ബാക്കിയുള്ളത്? നമ്മൾ പറഞ്ഞു ഹുറൂഫുൽ ഹിജായിയിൽ അറബിയിൽ അക്ഷരങ്ങൾ എന്ന് പറയുന്നത് 28 അക്ഷരങ്ങളാണ്. പിന്നെ അലിഫ് വരും. പക്ഷെ അലിഫിൻ്റെ പ്രത്യേകത എന്താണ്? അതെപ്പോഴും സുക്കൂനോടെ വരുള്ളൂ. സുക്കൂനോടെ വരുമ്പോൾ ഇത് മനസ്സിലാവാൻ പറയുന്ന കേട്ടോ, മദ്ദിൻ്റെ അക്ഷരങ്ങൾ സുക്കൂനോടെ വരും. അതിനു മുമ്പ് എന്ത് വേണം? അലിഫിൻ്റെ മുമ്പ് എന്ത് വേണം? അതിനു മുമ്പുള്ള അക്ഷരത്തിന് ഹർക്കത്ത് വന്നു, ഫതഹ് വന്നാലേ അല്ലേ? ഉദാഹരണത്തിൽ ബ ബ, അപ്പം നമ്മൾ അലിഫ് ഉപയോഗിക്കാം. ക ക ച ച. അപ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പാണെന്ത്? നൂൻ സാക്കിനക്കും തെൻവിന് ശേഷം അലിഫ് വരില്ല. അപ്പോൾ നമുക്ക് ഇനി ബാക്കി പഠിക്കാനുള്ളത് 15 അക്ഷരങ്ങളാണ്. 6ഉം 6ഉം 12ഉം 1 13. ഇനിയും 15 അക്ഷരം പഠിക്കാനുണ്ടല്ലേ? വെരി സിമ്പിൾ. ഈ 15 അക്ഷരവും ഒരൊറ്റ നിയമമാണ്. അപ്പോൾ ഹാപ്പി അല്ലേ? അപ്പോൾ സന്തോഷമായില്ലേ? നേരത്തെ 13 അക്ഷരത്തിന് നമ്മൾ 3 അല്ലെങ്കിൽ 4 നിയമം പഠിച്ചു. ഇത് നാം 2 ടൈപ്പ് പഠിച്ചല്ലോ, ബിഗുർനെയും ബിലാഗുർനെയും. പക്ഷേ ഇഖ്ഫായിലേക്ക് വരുമ്പോൾ കൂടുതൽ ഈസി ആവുകയാണ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 15 അക്ഷരങ്ങൾക്കും ഒറ്റ റൂളാണുള്ളത്. ആ റൂളിന് പറയുന്ന പേരാണ് ഇഖ്ഫാ. ഇഖ്ഫാ നൂൻ സാക്കിനക്കും തെൻവീന് ശേഷം ഇനി ബാക്കിയുള്ള ഇൽഹാറും ഇദ്ഗാമും ഇഖ്ലാബും കഴിഞ്ഞ് ബാക്കിയുള്ള 15 അക്ഷരങ്ങൾ വന്നാൽ ആ റൂളിന് പറയുന്ന പേരാണെന്ത്? അൽ ഇഖ്ഫാ എന്ന് പറയാം. എന്താ പറയുക? അൽ ഇഖ്ഫാ എന്ന് പറയാം. എന്താണ് ഖഫിയ എന്ന അറബിയിൽ അർത്ഥം? മറക്കുക എന്നർത്ഥം, ഹൈഡ് ചെയ്യുക. ഇവിടെ ഹൈഡ് ചെയ്യുന്നുണ്ടോ? ഡെഫിനറ്റ്ലി ഹൈഡ് ചെയ്യും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത പറഞ്ഞു തരട്ടെ. ശരിക്കും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മൾ ഇൽഹാർ പഠിച്ചല്ലോ, പിന്നെ ഇദ്ഗാം പഠിച്ചു. ഇൽഹാർ വെച്ചാൽ കംപ്ലീറ്റ് എന്താ ചെയ്യുക? കംപ്ലീറ്റ് വെളിപ്പെടുത്താണ്, റിവീൽ ചെയ്താൽ ഓതുക. ഉദാഹരണം മൻ ആമില മൻ ആമില മൻ ആമില, അല്ലേ? ക്ലിയർ ആണ്. ഇദ്ഗാമിലേക്ക് വരുമ്പോഴോ ശരിക്കും ഹൈഡിയ മാത്രമല്ല, മേജിയാണ്, രണ്ടും ഒന്നാക്കി മാറ്റാണ്. വൈലുല്ലി മയ്യഅമൽ മയ്യഅമൽ, അല്ലേ? മേജി തോതുക ചെയ്യുന്നത്, മയ്യഅമൽ മേജി തോതുക ചെയ്യുന്നത്. പക്ഷേ ഇഖ്ഫ അങ്ങനെയല്ല. ശരിക്കും ഇൽഹാറിൻ്റെയും ഇദ്ഗാമിൻ്റെയും മിഡിൽ വരുന്ന റൂളായിട്ട് നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? അതിന് ചില എക്സാമ്പിൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ക്ലാരിറ്റി കിട്ടും. ഉദാഹരണം സൂറത്തു ത്വാരിഖിൽ നമുക്ക് ചില എക്സാമ്പിൾ കാണാൻ പറ്റും. ഒന്നെൻ്റെ കൂടെ ഓതി നോക്ക്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സമാഇ വത്താരിഖ് വമാ അദ്റാക മത്താരിഖ് അന്നജ്മുസ്സാഖിബ്. മൂന്നിലും കണ്ടില്ലല്ലോ. നെക്സ്റ്റ് ആയത്ത് നോക്കുക. ഇൻ കുല്ലു ഇൻ ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിദ്. അവിടെ ഇൻ കുല്ലു, പക്ഷെ നമ്മൾ ഓത് എങ്ങനെയാണ്? ഇൻ കുല്ലു ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിദ്. നെക്സ്റ്റ് ആയത്ത് നോക്ക്. ഫൽയൻദുറിൽ ഇൻസാനു യൻദുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ്. അപ്പോൾ ഇതിൽ നോക്കി നോക്ക്, ഈ വരുന്ന അക്ഷരങ്ങൾക്കൊക്കെ എന്താ പ്രത്യേകത? ഫൽയൻദുറിൽ ഇൻസാൻ, അവിടെ നമ്മൾ ഇൻസാൻ എന്നുള്ള മേർജ് ചെയ്ത് തോന്നുന്നുണ്ടോ? ഇല്ല. ഇൻസാനോ അങ്ങനെ തോന്നുന്നില്ല, അല്ലെങ്കിൽ ഇൻസാനോ ഒന്നില്ല. പിന്നെ എങ്ങനെ തോന്നുന്നത്? ഇൻസാൻ ഇൻസാൻ. ശരിക്ക് ഇൽഹാർ വെച്ച് തോന്നാമെങ്കിലോ? ഫൽയൻദുറിൽ ഇൻസാൻ ഇൻസാൻ അങ്ങനെ ഓതാൻ പറ്റൂല. അപ്പോൾ ഇത് ശരിക്കും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ തന്നെ അറബികൾ എങ്ങനെ ഓതാന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഈ പറഞ്ഞ നൂൻ സാക്കിനക്കു തെൻവിന് ശേഷം ഇഖ്ഫാഇൻ്റെ അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ നേരത്തെ തന്നെ എന്താ ചെയ്യുക? ആ നൂൻ സാക്കിന തെൻവിനെ ഒന്ന് ഹൈഡ് ചെയ്തിട്ട് അതിന് മുമ്പുള്ള അക്ഷരവും അതിന് ശേഷമുള്ള അക്ഷരം എന്ത് ചെയ്യുന്നു? പരസ്പരം കണക്ട് ചെയ്ത് ഇതിനൊന്ന് ഹൈഡ് ചെയ്ത് തോന്നും. പക്ഷേ ഖുർആൻ വന്നപ്പോൾ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി മണിക്കും. അത് നേരത്തെ നമ്മൾ അറബിയിൽ ഇൻസാൻ എന്ന് പറയാം, ഇൻസാൻ അല്ലേ? ഇൻസാൻ ഇൻസാൻ എന്ന് പറയില്ല, ഇൻസാൻ എന്ന് പറയില്ല, ഇൻസാൻ ഇൻസാൻ. അത് ഖുർആൻ എഴുതുമ്പോഴോ ഇൻസാൻ ഒന്നുകൂടി മണിക്കുന്നു. ഇതാണ് അറബിയുടെ ശൈലിയായിട്ട് കൂടെ അതിനെക്കുറിച്ച് അങ്ങനെ പറയാനുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഈ 15 അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? അത് മനസ്സിലാക്കാൻ സിമ്പിൾ ഒരു കവിത പഠിപ്പിക്കുന്നുണ്ട്. അല്ലേ ഫ്രണ്ട്സ്? നമ്മളിങ്ങനെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. പഠിച്ചാൽ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ അറിയാനും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും ഹെൽപ്പ് ചെയ്യും. ഒരു കവിത ഉണ്ട്, ആ കവിതയുടെ 2 വരികൾ ഞാൻ പറയാം. ദും ത്വയ്യിബ സിദ് ഫീ തുഖാ ളഅ്ളാലിമാ. എന്താണ് സിഫ് ദാസന എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അർത്ഥത്തേക്കാൾ ഇതിൽ വരുന്ന ഓരോ വേർഡിൻ്റെയും ആദ്യത്തെ ലെറ്റർ നോക്കുക, അത് ഇഖ്ഫാൻ്റെ അക്ഷരമാണ്. ഇപ്പോൾ സിഫ് എന്നതിൽ സ്വാദ്, ദ എന്നതിൽ ദാൽ, സന എന്നതിൽ സാ, കം എന്നതിൽ കാഫ്, ജാദ എന്നതിൽ ജീം, ഷഖ്സു എന്നതിൽ ഷീന്, ഖദ് എന്നതിൽ ഖാഫ്, സമ എന്നതിൽ സീന്. അല്ലേ? ദും ത്വയ്യിബ സിദ് ഫീ തുഖാ ളഅ്ളാലിമാ. ബാക്കി വരാണ് ദും ദാൽ, ത്വയ്യിബ ത്വ, സിദ് സായ്, ഫീ ഫാ, തുഖാ തുഖാ എന്നതിൽ ത, ള എന്നതിൽ ളാദ്, ളാലിമ എന്നതിൽ ളാദ്. അപ്പോൾ ഈ 15 അക്ഷരങ്ങളാണ് ഇഖ്ഫാൻ അക്ഷരം. നമ്മൾ നേരത്തെ പറഞ്ഞു, അത് ശരിക്ക് ഇൽഹാറിൻ്റെയും ഇദ്ഗാമിൻ്റെയും ഇടയിലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ സമയം അതെന്ത് ചെയ്യുന്നു? ഇദ്ഗാമിൻ്റെ പ്രത്യേകത നൂൻ സാക്കിന തെൻവീനുമായിട്ട് മഖ്റജിൽ അടുത്ത് നിൽക്കുന്നുണ്ട് അത്. എന്നാൽ ഇൽഹാറോ നൂൻ സാക്കിന തെൻവീനും മഖ്റജിൽ നിന്ന് ഭയങ്കര അകലെയാണ്. പക്ഷേ ഇഖ്ഫാൻ എന്താ സംഭവിക്കുന്നത്? ഇതിൽ രണ്ടിൻ്റെ മിഡിൽ വരുന്നതാണ്. അതുകൊണ്ട് ഉച്ചാരണത്തിൽ നമുക്ക് ഒരു മിഡിൽ പോയിൻ്റായിട്ട് നമുക്ക് അത് ഫീൽ ചെയ്യും. 1-2 എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഉദാഹരണം, സ്വാദ്, സിഫ് ദാസൻ എന്നല്ല പറഞ്ഞത്, സ്വാദ്. സ്വാദിൽ വരുന്നത് യൻസുർക്കും. ഡിഫറൻസ് ശ്രദ്ധിക്കണം കേട്ടോ. എങ്ങനെ ഉച്ചരിക്കണം? ശരിക്ക് യൻ സുർക്കും എന്നാണ്. അപ്പം നമ്മൾ യായിൽ നിന്ന് നേരെ എന്തിലേക്ക് വരിക? സ്വാദിലേക്ക് വരിക. ഇടക്കൊന്ന് മണിക്കാം. അപ്പം യൻസുർക്കും, യാ നേരെ സ്വാദിലേക്കാട്ടോ. യൻസുർക്കും എന്നുള്ളത് യൻസുർക്കും. അൻസദ്ദൂക്കും, അൻസദ്ദൂക്കും, അൻസദ്ദൂക്കും എന്നല്ല, അൻസദ്ദൂക്കും. ദാൽ മുൻദിർ, മുൻദിർ എന്നുള്ളതിന് പകരം
منذر من ذكر ثاء منثورا من ثمرة من ثمرة لا من ثمرة الكاف ينكثون ينكثون من كل പിന്നെന്താണ് ജീം فأنجيناه إن جاءكم നെക്സ്റ്റ് അക്ഷരം എന്താണ് ഷീൻ منشورا منشورا فمن شاء القاف ينقذون ينقذون لا ينقذون من قبل من قبل ഇനി തൻവീൻ അനുസരിച്ച് നമ്മൾ ഓതുമ്പോൾ എങ്ങനെ ഓതും അലീമുൻ ഖദീർ. ഇനി നമുക്ക് തൻവീൻ നോക്കാം. ദാൽ വരുമ്പോൾ ഖിൻവാനു ദാനിയ ഖിൻവാനു ദാനിയ. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഓരോന്നും പ്രൊണൗൺസ് ചെയ്യുമ്പോൾ വളരെ കൃത്യമായി മനസ്സിലാകുന്ന കാര്യം ഒന്നുമില്ല, നൂനടക്ക് വരും, അതിന് മുമ്പുള്ള അക്ഷരം അതിന് ശേഷമുള്ള അക്ഷരം എന്ത് ചെയ്യുന്നു പരസ്പരം കണക്ട് ചെയ്ത് ഓതുമ്പോൾ നൂന് വെരി ക്ലിയർ ആയി ഉച്ചരിക്കാതെ ഒന്ന് ഹൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു ഒന്ന് മണിച്ച് നമ്മൾ ഉച്ചരിക്കുന്നു. ഇത് കുറച്ച് പ്രാക്ടീസ് നമുക്ക് മനസ്സിലാവും. സൂറത്തുൽ ഗാശിയ ഒന്ന് ഓതി നോക്ക്, അപ്പോൾ നമുക്കതിൽ കുറച്ച് റൂള് കാണാൻ പറ്റും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹൽ അതാക ഹദീസുൽ ഗാശിയ وجوه يومئذ خاشعة عاملة ناصبة تصلى نارا حامية تسقى من عين آنية ليس لهم طعام إلا من ضريع لا يسمن ولا يغني من جوع وجوه يومئذ ناعمة لسعيها راضية في جنة عالية لا تسمع فيها لاغية فيها عين جارية فيها سرر مرفوعة وأكواب موضوعة ونمارق مصفوفة وزرابي مبثوثة أفلا ينظرون إلى الإبل كيف خلقت أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم. സല്ലല്ലാഹുൽ അലീം. ഡിയർ ഫ്രണ്ട്സ്, ഇൻഷാല്ലാഹ് ഇതിൽ കുറേ നിയമങ്ങൾ വന്നിട്ടുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കുക, പ്രാക്ടീസ് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.